ഹലോ എവരിവൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ്. ഒരു ഈവനിങ് സ്നാക്ക് എന്നൊക്കെ പറയാം. ഇഫ്താറിനൊക്കെ ഒരുപാട് പേരുണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കായപ്പോള അല്ലെങ്കിൽ പഴം പോള എന്നൊക്കെ പറയും. ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. പിന്നെ ഒരുപാട് പഴുത്ത് പോയിട്ടില്ല, അത്യാവശ്യം പഴുപ്പ് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ആദ്യം നടുവേ ഒന്ന് കീറിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. നമ്മളിത് വഴറ്റിയിട്ടാണ് കായപ്പോള ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ വഴറ്റി വരുമ്പം ഇതങ്ങ് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു പാകത്തിന് കട്ട് ചെയ്തിട്ടെടുക്കുക. കണ്ടോ, ഇതേപോലെ ഇത്രയും ഇതായിട്ടെങ്കിലും കട്ട് ചെയ്തിട്ടെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ വഴറ്റുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പഴുത്തു പോയ പഴം എടുക്കരുത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വഴറ്റുമ്പോഴേക്കും അങ്ങ് വെന്തുടഞ്ഞങ്ങ് പോകും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കായപ്പോളയ്ക്ക് ചേർക്കാനായിട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് ആദ്യം അങ്ങ് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആ നെയ്യിൽ തന്നെ നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ആദ്യം കാഷ്യൂനട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ കാഷ്യൂനട്ടൊക്കെ അത്യാവശ്യം റോസ്റ്റ് ആയിട്ടുണ്ട്. കിസ്മിസ് പെട്ടെന്ന് റോസ്റ്റ് ആവുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ചേർക്കാഞ്ഞത്. ഇനി ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്തിട്ട് രണ്ടും റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ നെയ്യ് ഓൾറെഡി ഉണ്ട്. നമുക്ക് ഇത്രയും നെയ്യ് മതിയാകും. ആ നെയ്യിലേക്ക് തന്നെ നമ്മളെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴേക്കും ഏത്തപ്പഴമൊക്കെ വരണ്ട് കിട്ടും. ഒരുപാടിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പാടില്ല. അപ്പോഴേക്കും വെന്തുടഞ്ഞ് പോവും. ഉടഞ്ഞു പോകാൻ പാടില്ല. ഇതേപോലെ തന്നെ കഷ്ണങ്ങൾ നമുക്ക് വേണം. ഇപ്പം നെയ്യിൽ കിടന്ന ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഒട്ട് കഷ്ണങ്ങൾ വെന്തുടഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്കിതിനി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കായപ്പോള ഉണ്ടാക്കാനായിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് പാല് വേണം. ഇളം ചൂടുള്ള കുറച്ച് പാല് വേണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പിന്നെ 4 മുട്ട. പിന്നെ ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏലക്ക വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാനില എസൻസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇടത്തരം വലുപ്പമുള്ള 2 ഏത്തപ്പഴത്തിൻ്റെ കണക്കിലേക്കാണ് ഇത് പറയുന്നത്. അതിലേക്ക് 4 മുട്ടയാണ് ആവശ്യം. നിങ്ങൾ കൂടുതൽ പഴം എടുത്താണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് മുട്ട കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇതിലേക്ക് 4 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പാല്, തിളപ്പിച്ചാറിയ പാലാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോഴേക്കും മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടും. ഞാനിവിടെ ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുട്ടയും പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ മുഴുവൻ ചേർക്കുന്നില്ല. കുറച്ച് ഏറ്റവും അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം.
ഏത്തപ്പഴം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുന്ന കൂട്ട് നമുക്ക് പാനിലേക്ക് ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ കായ്പോള തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ ഏത്തപ്പഴം വഴറ്റിയ സെയിം പാനിൽ തന്നെയാണ് എടുക്കുന്നത്. അതിൽ ഓൾറെഡി നെയ്യുണ്ട്, അതുകൊണ്ട് വേറെ നെയ്യ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ വേറെ പാനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ സ്വല്പം നെയ്യൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെയെന്ന് പറഞ്ഞത് ഡയറക്റ്റ് തീയുടെ മുകളിൽ വെച്ച് റെഡിയാക്കി എടുക്കുന്നതിനേക്കാൾ നല്ലത് പഴയ ഒരു പാനോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്ന പാൻ വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും നല്ലത്. കാരണം മുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഡയറക്റ്റ് തീ തട്ടാതിരുന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ മിക്സ് ആ പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു അടപ്പ് വെച്ച് അടച്ചു വെക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ടൊരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ആ സമയത്ത് തുറന്ന് നോക്കിയപ്പോൾ കുറച്ചൊക്കെ വെന്തിട്ടുണ്ട്. ഇത് ഇപ്പം തന്നെ ഈ കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കുകയാണ്. അതാകുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് സെറ്റ് ആയിക്കോളും. പിന്നെ ഒരു 10 മിനിറ്റും കൂടെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ എല്ലാം കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. വിട്ട് നന്നായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്നും പറ്റി പിടിപ്പില്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഉള്ളിലൊക്കെ നല്ല പോലെ സോഫ്റ്റാണ്. നമ്മൾ മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. ഇനി വേറൊരു വീഡിയോയിലൂടെ പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.